ജുറാസിക് പാർക്കിൻ്റെ അകത്തേക്ക് പോകാൻ കേട്ടോ. ഇതേ ഇവിടെയും കുറേ വിൻറ്റേജ് കാർസ് ഉണ്ട്. ഗൈസ്, നമ്മളിപ്പോൾ സിംഗപ്പൂരിലെ യൂണിവേഴ്സൽ സ്റ്റുഡിയോ കാണാൻ വേണ്ടി പോവുകയാണ്. ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. വെൽക്കം ബാക്ക് ടു 12B മീഡിയ. നമ്മൾ മെട്രോയിൽ വന്ന് ചൈനട്ടൗണിൽ മെട്രോയിൽ വന്ന് ഹാർബർ ഫ്രണ്ടിൽ ഇറങ്ങി സെൻറ്റോസയിലേക്കുള്ള മോണോറെയിൽ നോക്കി നടക്കുകയാണ് കേട്ടോ. കണക്റ്റിങ് അവിടെ ഹാർബർ ടൗണിൽ വന്ന് നമ്മൾ അടുത്ത ലൈൻ പിടിക്കണം. ബസ്റ്റ് റിസോർട്ട്സ് വോൾട്ട് സെൻറ്റോസ എക്സ്പ്രസ് മോണോറെയിൽ. ഇവിടെ ഹ്യൂമിഡിറ്റി കൂടിയ കാലാവസ്ഥ ആയതുകൊണ്ട് നമുക്ക് ഔട്ട് സൈഡിലും ഇങ്ങനെ ഫാൻസ് കാണാം കേട്ടോ. നമുക്ക് ലെവൽ 3ലേക്ക് പോകണം സെൻറ്റോസ എക്സ്പ്രസ് എടുക്കാം കേട്ടോ. മോളിൻ്റെ ഉള്ളിലാണ് കേട്ടോ സെൻറ്റോസ എക്സ്പ്രസ്. മോളിൻ്റെ അകത്തൂടെ 3rd ഫ്ലോറിലൂടെയാണ് കേട്ടോ മോണോറെയിൽ പോകുന്നത്. വെൽക്കം ടു സെൻറ്റോസ എക്സ്പ്രസ്. ഇവിടെ നമ്മൾ മോണോറെയിൽ എടുത്തിട്ടാണ് സെൻറ്റോസ ഐലൻഡിലേക്ക് പോകുന്നത് കേട്ടോ. നമ്മുടെ കാർഡ് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. മെട്രോ കാർഡുണ്ട് നമ്മുടെ കയ്യിൽ, യൂസ് ചെയ്യാൻ പറ്റേണ്ടതാണ്. യെസ്, വർക്കിംഗ് ആണ് ഗൈസ്. ഇതേ ഒരു ട്രെയിൻ വന്നു കേട്ടോ. നെക്സ്റ്റ് അകത്തേൽ പോകാം കേട്ടോ. നിറച്ചിട്ടാണല്ലോ ആളുകൾ പോകുന്നത്, ഫുള്ളാണല്ലോ. ഇതേ വരുന്നത് കേട്ടോ മോണോറെയിൽ ടു സെൻറ്റോസ. ഇത്ര ആളുകൾക്ക് കയറാൻ വേണ്ടി നിൽക്കുക. മോണോറെയിലിൻ്റെ വിൻഡോയിലൂടെ കാണുന്ന കാഴ്ചകളെല്ലാം അടിപൊളിയാണ്. ഇവിടെ ഒരു കണ്ടെയ്നർ ടെർമിനലൊക്കെ കാണാം. സെൻറ്റോസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗപ്പൂരിൻ്റെ മെയിൻലാൻഡിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു ഐലൻഡാണ്. നമുക്ക് ഇതിലേക്ക് കേബിൾ കാർ വഴിയും അതുപോലെ തന്നെ MRT വഴിയും അതുപോലെ ഈ മോണോറെയിൽ വഴിയും ബൈ റോഡ് വഴിയൊക്കെ എത്തിച്ചേരാവുന്നതാണ്. ഈ ഒരു സെൻറ്റോസ ഐലൻഡ് പണ്ട് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇവിടെ ഒരു ബ്രിട്ടീഷ് ബേസ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ജാപ്പനീസ് വാർ സമയത്ത് ജാപ്പനീസ് വാർ പ്രിസൺ ആയിട്ടും ഉപയോഗിച്ചു പോന്നു. പിന്നീട് ഏകദേശം ഒരു 50 വർഷം മുമ്പാണ് ഈ ഒരു ഐലൻഡിന് സെൻറ്റോസ എന്ന് പേരിടുകയും ഇത്തരത്തിലുള്ള യൂണിവേഴ്സൽ സ്റ്റുഡിയോ അതുപോലെ ഒരുപാട് എൻ്റർടൈൻമെൻറ്റുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കിയത്. നമ്മളങ്ങനെ മോണോറെയിൽ വന്നിട്ട് ഇറങ്ങി കേട്ടോ. ദിസ് ഇസ് റിസോർട്ട് ഗോൾഡ് സ്റ്റേഷൻ. ഇവിടെ ഇറങ്ങിയിട്ടാണ് നമ്മൾ സെൻറ്റോസ നമ്മുടെ യൂണിവേഴ്സൽ സ്റ്റുഡിയോയിലേക്ക് പോകുന്നത് കേട്ടോ. നമുക്ക് ഇവിടുന്നൊരു സെൻറ്റോസ ഡിസ്കവർ ഗൈഡ് എടുക്കാം കേട്ടോ. ഇതിലുണ്ടാകും ഒരുവിധം കാര്യങ്ങളൊക്കെ. ഇംഗ്ലീഷിലും ചൈനീസിലും എല്ലാം എഴുതിയിട്ടുണ്ട്. യൂണിവേഴ്സൽ സ്റ്റുഡിയോ. യെസ്, വി റീച്ച്ഡ്. ഇന്ന് ചൊവ്വാഴ്ചയാണ് കേട്ടോ. ചൊവ്വാഴ്ച ആണെങ്കിലും അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നമ്മളിവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു 10-11 മണിയോളം ആയി. കുറച്ചൊക്കെ 10 മണിക്കാണ് യൂണിവേഴ്സൽ സ്റ്റുഡിയോ ഓപ്പൺ ആവുക. നേരത്തെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇന്നലെ ലോങ് റൈഡ്സിലേക്ക് പോയി കഴിഞ്ഞാൽ തിരക്കുണ്ടാവില്ല കേട്ടോ. നമ്മൾ ഇന്നലെ നൈറ്റ് കുറച്ച് ലേറ്റായി വന്നുകൊണ്ട് ഇന്ന് ലേറ്റായി നമ്മളെ ഇവിടുത്തെ നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. യൂണിവേഴ്സൽ സ്റ്റുഡിയോൻ്റെ അകത്ത് ചില റൈഡ്സിലൊന്നും തോന്നുന്നു, ഓൾമോസ്റ്റ് റൈഡ്സിലൊന്നും ക്യാമറ യൂസ് ചെയ്യാൻ പറ്റത്തില്ല തോന്നുന്നു. എന്നാലും മാക്സിമം ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന കാഴ്ചകളൊക്കെ നിങ്ങളിലേക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇത് നമ്മൾ യൂണിവേഴ്സൽ സ്റ്റുഡിയോയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ക്ലൂക്ക് ആപ്പിൽ നിന്ന് എടുത്ത ടിക്കറ്റാണ് കേട്ടോ. നമുക്കിവിടെ കാണിച്ചു കൊടുത്താൽ മതി. ഇവിടെ കാണിച്ചു കൊടുത്തിട്ട് ഇത് നമ്മുടെ പേപ്പർ ടിക്കറ്റായിട്ട് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഈ ഒരു ക്ലൂക്ക് ആപ്പിലെടുത്ത ആ ഒരു PDF കാണിച്ചു കൊടുത്ത് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും യൂണിവേഴ്സൽ സ്റ്റുഡിയോയിലേക്ക് കേട്ടോ. So yeah, we are entering to Universal Studio. യൂണിവേഴ്സിനകത്ത് ഒരുപാട് റൈഡ്സ് ഉണ്ട്. റോളർ കോസ്റ്റേഴ്സ് അതുപോലെ തന്നെ ഒരുപാട് റൈഡ്സ് ഉണ്ട്. ഓരോന്നോരോന്ന് നമുക്ക് എൻജോയ് ചെയ്യാം. വിൻറ്റേജ് കാറിൻ്റെ ഒരുപാട് കാർസ് ഉണ്ട്. വിൻറ്റേജ് കാർസ് മോനൊരു രക്ഷയില്ല. ഫ്രം കാലിഫോർണിയ.
ദേ ഇവിടെയും കുറേ വിൻറ്റേജ് കാർസ് ഉണ്ട്. നമ്മൾ യൂണിവേഴ്സൽ സ്റ്റുഡിയോയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ നോക്കുമ്പോൾ അവിടെ കിയോസ്കിൽ $83 പെർ പേഴ്സൺ ആണ് അവിടെ കാണിച്ചത്. $83 പെർ പേഴ്സൺ. അപ്പോൾ നമ്മൾ ക്രൂ ആപ്പ് വഴിയാണ് നമ്മൾ ടിക്കറ്റ് എടുത്തത്. ക്രൂ ആപ്പ് വഴി നമ്മൾ STDയിൽ പേ ചെയ്യുമ്പോഴും $83 തന്നെയാണ്. പക്ഷെ നമ്മൾ INRൽ പേ ചെയ്യുന്ന സമയത്ത് നമുക്ക് ടിക്കറ്റ് അറൗണ്ട് 14,200 രൂപ ആയത്തുള്ളൂ. നമ്മുടെ അതായത് നമ്മൾ ഇന്ത്യൻ മണിയിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ $83 ആയിട്ടില്ല ശരിക്കും സിംഗപ്പൂർ ഡോളേഴ്സിലേക്ക് അത് വരുമ്പോൾ നമുക്ക് 14,000 സംതിങ്, ഏകദേശം ഒരു 1,200 രൂപ കുറവാണ് നമുക്ക് INRൽ പേ ചെയ്തപ്പോൾ. ആ കാണുന്ന റോളർ കോസ്റ്റർ ആണ് കേട്ടോ. നമുക്ക് ആദ്യം റോളർ കോസ്റ്റർ കയറാം കേട്ടോ. റോളർ കോസ്റ്ററിലേക്ക് കയറാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ടൈം 5 minutes ആണ് കാണിക്കുന്നത്. ഇതേ പോകുന്നു കേട്ടോ, കറങ്ങിയിട്ട് തിരിഞ്ഞിട്ടൊക്കെ. നമ്മൾ 2 റോളർ കോസ്റ്ററിലും കയറി കേട്ടോ. ഇവിടെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ റോളർ കോസ്റ്റേഴ്സിലൊന്നും വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. കാരണം പോകുന്നുണ്ടോ എൻ്റെ മോൻ ഇവിടെ 2 റോളർ കോസ്റ്റേഴ്സ് ഉണ്ട്. ഒരു റെഡ് ഉണ്ട്, അതുപോലെ ബ്ലാക്ക് ഉണ്ട്. ബ്ലാക്ക് ഒരു 5 to 6 ടൈം ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്യും. നമ്മളെ ഫ്ലിപ്പ് ചെയ്ത് മേലെ തിരിച്ച് കൊണ്ടുവരും. അതൊക്കെ അടിപൊളി മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. പക്ഷേ ക്യാപ്ചർ ചെയ്യാൻ ഒരു രക്ഷയില്ല. നമ്മുടെ റെഡ് നോർമലാണ്. റെഡിൽ ഫ്ലിപ്പിംഗ് ഒന്നുമില്ല നോർമലായിട്ട്. അറൗണ്ട് ഒരു 3 to 4 minutes ഉണ്ട് റൈഡ്. ബ്ലാക്ക് ആണെങ്കിലും റെഡ് ആണെങ്കിലും. ഇവിടെ റെഡിന് എപ്പോഴും വെയിറ്റിംഗ് ടൈം കുറച്ച് കുറവാണ്. 5 minutes ഒക്കെ വെയിറ്റിംഗ് ടൈം ഉള്ളൂ നമ്മൾ ചെല്ലുമ്പോൾ. നമ്മൾ ബ്ലാക്കിൽ കയറുമ്പോൾ 30 minutes ഉണ്ടായിരുന്നു. കൂടുതൽ നല്ല അഡ്വഞ്ചർ റൈഡ് ആയതുകൊണ്ട് തന്നെ അതിൽ കൂടുതൽ വെയിറ്റിംഗ് ടൈം ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത റൈഡിലേക്ക് കയറി പോകാം. ഇവിടെ ഒരു ലോക്കർ റൂം ഉണ്ട്. നമ്മൾ ലോക്കർ റൂമിൽ നമ്മൾ ലഗേജും ബിലോങ്ങിങ്സും എല്ലാം വെക്കണം. കാരണം ഈ റൈഡ്സിലൊന്നും നമ്മുടെ ഈവൻ മൊബൈൽ ഫോൺ, ഈവൻ സൺ ഗ്ലാസസ് പോലും അലോ ചെയ്യില്ല. ലൂസ് നമ്മൾ സാൻഡൽസ് ഒക്കെ ആണെങ്കിൽ അത് ഊരി വെക്കണം എന്തുകൊണ്ടാണ് റൈഡിൽ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഷൂ ഒക്കെ ഷൂ ഇട്ടിട്ട് മാത്രം യൂണിവേഴ്സൽ സ്റ്റുഡിയോയിൽ വരിക. അതൊരു ടിപ്പല്ല, ഇതൊരു അഡ്വൈസാണ് കേട്ടോ. ഇവിടെ ഒരു ഈജിപ്ഷ്യൻ സ്റ്റൈലാണ് കേട്ടോ. ഫറോമാരുടെയൊക്കെ ആ ഒരു ലുക്കിലുള്ള നിരവധി സ്റ്റാച്യൂസൊക്കെ ആയിട്ട് ഒരു അടിപൊളി പ്ലേസാണ്. ഇവിടെ ഉണ്ട് ഫോട്ടോ എടുക്കാൻ. This way. Ready, lights, camera, action. All right. Thank you. കേട്ടോ. താങ്ക് യു. രണ്ട് വലിയ മമ്മീസ് കേട്ടോ. റിവെഞ്ച് ഓഫ് ദ മമ്മി. ഓ മാൻ, രക്ഷയില്ല. ഇതൊരു ഈജിപ്ഷ്യൻ സ്റ്റൈലുള്ള ഏരിയ. അത് റൈഡാണ് ആക്ച്വലി അല്ലേ. കുറേ റൈഡ്സ് ക്ലോസ്ഡ് ആണ് അകത്ത്. ഇവിടെ 2 വലിയ ഡൈനോസേഴ്സ് ഉണ്ട്, 3 മുട്ടയും. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും കേട്ടോ യൂണിവേഴ്സൽ സ്റ്റുഡിയോ. ഇത് ദിനോസറിൻ്റെ അടിയിൽ കൂടെ നടക്കാം. ഇതേ നമ്മൾ വാട്ടർ വേൾഡ് കാണാൻ പോകാൻ കേട്ടോ യൂണിവേഴ്സൽ സ്റ്റുഡിയോയിലെ. നമ്മുടെ റോളർ കോസ്റ്റർ കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നിലേക്ക് വന്നാലേ ഈ വാട്ടർ വേൾഡ്. ഉള്ളിലേക്ക് പോയിട്ട് നമുക്ക് കാഴ്ചകൾ കാണാം. ഞാനത് കേട്ടിരിക്കുന്നത് അടിപൊളി പ്രോഗ്രാം എന്നാണ് കേട്ടോ. നമുക്ക് പോയി നോക്കാം. നമ്മൾ വാട്ടർ വേൾഡ് ഷോ കാണാൻ വേണ്ടി പോകാൻ കേട്ടോ. 1:30-ക്കും 4:30-ക്കാണ് ഷോ ടൈമിങ്ങുള്ളത്. നമ്മൾ 1:30-യുടെ ഷോയിലാണ് കയറുന്നത്. സമയം 12:55, 1 മണിയായി. ഇനി അരമണിക്കൂറുണ്ട്. നമ്മളെല്ലാവരും ഇവിടെ വന്നിരുന്നേ. 1:10 ഇപ്പോൾ.
1:30 ആകുമ്പോഴേക്കും തുടങ്ങും. ഇവിടുത്തെ ഗൈഡുമാരാണ് ഈ ഒരു ബ്രൗൺ കളർ ഡിസൈനുള്ള യൂണിഫോം ഇട്ടേക്കുന്നത്. It's our salvation. We can all start new lives on Father. We have to hurry. The Deacon and his smokers are after us. Just stole my ball. Whoa! But actually need these people. Here, sweet jello mouth. We're gonna use it, cruise it, fit it, trim it. I did an 18 home run in it. From that. Leave him alone. He doesn't know anything. That just makes you the winner, Ella. Don't tell him anything. And him, the loser. Drop it. You're not gonna tell me to lose. Drop it, Evan. On your next. Let's get up to your high speed. Excuse me. Shut up.
amphitheater. Please do not step on or over the metal seats. വാട്ടർ വേൾഡ് ഷോ ഒരു രക്ഷയുണ്ടായില്ല കേട്ടോ. അജു അങ്ങനെ ഉണ്ടായിരുന്നടാ ആദ്യ പരിപാടി കേട്ടോ. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാകുന്നൊരു പരിപാടിയാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ വാട്ടർ വേൾഡ് ഷോ ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. സൂപ്പറാണ്. ഏകദേശം ഒരു അരമണിക്കൂറോളം പരിപാടി ഉണ്ടായിരുന്നു. ഒരു രക്ഷയില്ല. സൂപ്പർ പ്രോഗ്രാം. നമ്മള് ജുറാസിക് പാർക്കിന്റെ അകത്തേക്ക് പോകാൻ കേട്ടോ. ഒരു റെസ്റ്റോറൻ്റ് ആണേ, സ്കെൽട്ടൺ. ഇവിടുന്ന് തന്നെ ഫുഡും കഴിക്കാം. നമ്മൾ 4D മൂവി കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഉള്ളിൽ വീടും പറ്റുമെന്ന് അറിയത്തില്ല, നോക്കാം. This is torture. I'm out of here. I really feel crummy about this, guys, but every man for himself. Oh, what's wrong? 4K മൂവി ഒരു രക്ഷയുണ്ടായില്ല കേട്ടോ. അടിപൊളിയായിരുന്നു. അവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല. കുറച്ച് കുഞ്ഞു കുഞ്ഞു എന്ന് പറഞ്ഞിട്ട് കട്ട്സ് ഞാൻ കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളി ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു കേട്ടോ. 4K 4D. നമ്മൾ അടുത്തൊരു റോളർ കോസ്റ്റർ കയറാൻ വേണ്ടി പോവുകയാണേ. റോളർ കോസ്റ്റർ റൈഡ് പോവാ നമ്മൾ. നല്ല മഴ പെയ്ത് വെറ്റായി കേട്ടോ. യൂണിവേഴ്സിറ്റി സ്റ്റുഡിയോ മൊത്തം നല്ല രസമുണ്ട്. ഫുള്ള് നല്ല മരങ്ങളൊക്കെ വെച്ച് ഒരു രക്ഷയില്ലാത്തൊരു വൈബും ബ്യൂട്ടിയാണ് ഇവിടെ എല്ലാം. ബാക്കിലെ റൈഡ് കഴിഞ്ഞ് ഇറക്കിയ അവിടെ കയറുമ്പോൾ നമ്മൾ പരമാവധി ഷൂ ഒഴിവാക്കിയിട്ട് കയറാറ്. നല്ല നനഞ്ഞാൻ അവിടെ അവർ ഫോണോ കാര്യങ്ങളൊന്നും അവർ അലോ ചെയ്യില്ല. ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും പറ്റത്തില്ല. സെയിം ആസ് റോളർ കോസ്റ്റർ റൈഡ്. അപ്പോൾ ഷൂ ഇടാതെ പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇതാക്കി റോളർ കോസ്റ്റർ പറക്കുന്നതാണ്. ആക്ച്വലി നമ്മൾ യൂണിവേഴ്സൽ സ്റ്റുഡിയോൻ്റെ ഗൈഡുണ്ട്, അതായത് ആപ്പ് ഉണ്ട്. അതിൽ ഗൈഡുണ്ട്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ റൈഡ്സിൻ്റെ വെയിറ്റിംഗ് ടൈമൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇതിൽ തന്നെ നോക്കിയിട്ട് നമുക്ക് റൈഡ്സിൽ കയറാൻ പറ്റും. അപ്പോൾ 5 മിനിറ്റ്സ് വെയിറ്റിംഗ് ടൈം ഉള്ളൂ. ട്രാൻസ്ഫോമേഴ്സ് റൈഡിനൊക്കെ. ട്രഷർ ഹണ്ടേഴ്സിന് 40 മിനിറ്റ് വെയിറ്റ് ടൈം ഉണ്ട്. ട്രാൻസ്ഫോമേഴ്സ്. നമ്മളെന്താ ഇനി ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു ഷോ കൂടെ കണ്ട് നമ്മൾ യൂണിവേഴ്സൽ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങുവേ. സ്റ്റീവൻ സ്പിൽബർഗ് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ലൈവ് ഷോ കാണാൻ വേണ്ടി പോകാം. നമ്മളെ കുറച്ച് 20 മിനിറ്റ്സ് വെയിറ്റിംഗ് ടൈം ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് പോയിട്ട് ഷോ കാണാം. വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്തായാലും അതും കൂടെ പോയി കാണാം. വീഡിയോ എടുക്കാൻ പറ്റി കഴിഞ്ഞാൽ കാണിച്ചു തരാം. ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ എങ്ങനെയുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ. അടിപൊളി സ്ട്രീറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒരു എന്താ പറയുക, ഓൾഡ് മോഡൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മൾ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുള്ള പോലത്തെ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൂപ്പർ വെതർ. We are heading to watch the Steven Spielberg show.
സെൻറ്റോസ ദ സ്റ്റേറ്റ് ഓഫ് ഫൺ. ദേ മോണോറയിൽ പോകുന്നേ. നമ്മളിനി അടുത്ത മോണോറയിൽ കയറിയിട്ട് വീണ്ടും ചൈന ടൗണിലേക്ക് പോകും. ഒരു ലൈഫ് ടൈം മെമ്മറി ആയിരുന്നു യൂണിവേഴ്സൽ സ്റ്റുഡിയോയിലെ വിസിറ്റ് കേട്ടോ. ഇങ്ങോട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇവിടുത്തെ ടിക്കറ്റ് ഓൺലൈനായിട്ട് ക്ലൂക്ക് ആപ്പിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രാവൽ ആപ്പിൽ നിന്നോ നിങ്ങൾ ബുക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇങ്ങോട്ടേക്ക് എത്രയും നേരത്തെ വരാൻ പറ്റുമെങ്കിൽ അത്രയും നേരത്തെ വരിക. 10 മണിക്കാണ് യൂണിവേഴ്സൽ സ്റ്റുഡിയോ തുറക്കുക. നമുക്ക് എല്ലാ റൈഡും എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഏറ്റവും നേരത്തെ വന്നിട്ട് ലോങ്ങിൽ നിന്ന് തിരക്കില്ലാതെ വന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വേണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.